നമസ്കാരം, ന്യൂസ് ടുഡേ കേരളയിലേക്ക് സ്വാഗതം. കർക്കിടകത്തെ വരവേറ്റുകൊണ്ട് നാടെങ്ങും കലിയനെ വരവേറ്റു. ചെണ്ടയും ചൂട്ടും തീപ്പന്തങ്ങളുമായി ആരവങ്ങളോടെ കലിയൻകോലം നടന്നു നീങ്ങിയത് അപൂർവമായ ഒരു ഗ്രാമകാഴ്ചയായിരുന്നു. കൊയിലാണ്ടി നഗരസഭയും മന്ദമംഗലം തളിർ ജൈവഗ്രാമത്തിന്റെയും നേതൃത്വത്തിലാണ് ഇത്തരമൊരു വേറിട്ട ആഘോഷ പരിപാടി ഒരുക്കിയത്. കർക്കിടക മാസത്തിന്റെ വരവറിയിച്ചുകൊണ്ടാണ് കലിയൻ എത്തിയത്. ചെണ്ടയും ചൂട്ടും തീപ്പന്തങ്ങളുടെയും ആരവത്തോടെയാണ് കലിയൻ ഘോഷയാത്ര നടന്നു നീങ്ങിയത്. ഇത് നാട്ടുകാർക്കൊരു അപൂർവ കാഴ്ചയായിരുന്നു. കൊയിലാണ്ടി നഗരസഭയുടെയും മന്ദമംഗലം തളിർ ജൈവഗ്രാമത്തിന്റെയും നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടി സംഘടിപ്പിച്ചത്. കൊല്ലം ചിറയ്ക്ക് സമീപം കുട്ടികളുടെ പാർക്കിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര സിൽക്ക് ബസാറിൽ അവസാനിച്ചു. കലിയൻ ഘോഷയാത്രയോട് അനുബന്ധിച്ചു നടന്ന നാട്ടുകൂട്ടം പരിപാടി നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് കെ സത്യൻ ഉദ്ഘാടനം ചെയ്തു. പഴയ തലമുറക്ക് അനുഭവം കൊണ്ട് അവർ നേടിയെടുത്തിട്ടുള്ള കുറെ കഴിവുകളും അതിന്റെ അറിവുമെല്ലാം ഉണ്ട്. എന്നാൽ അത് പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകാൻ നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ പുതിയ തലമുറ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും ഉൾപ്പെടെ കാർഷിക സംസ്കൃതിയുടെ പ്രാധാന്യം പകർന്നു നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കാർഷിക ഉത്സവങ്ങളെല്ലാം വലിയ ആഘോഷമായി നടത്തുന്നതിനു വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വിവിധ സംഘടനകളും നേതൃത്വം കൊടുക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഞാറ്റുവേല മഹോത്സവം എന്നുള്ള നിലക്ക് വലിയ ഉത്സവങ്ങളായി ചക്ക മഹോത്സവം ഉൾപ്പെടെ നമ്മുടെ ടൗൺ ഹാളിൽ നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇപ്പൊ ഇതാ കലിയൻ ഉത്സവം ഒരാഘോഷത്തിനപ്പുറത്തേക്ക് ഒരു കാർഷിക സംസ്കൃതിയുടെ തിരിച്ചുവരവിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇത്തരത്തിലുള്ള ആഘോഷങ്ങളിലൂടെ നമ്മൾ എല്ലാവരും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ വി കെ പത്മിനി അധ്യക്ഷതയും വഹിച്ചു. ഷാജി പാതിരിക്കാട് സ്വാഗതവും എ പി സുധീഷ് നന്ദിയും പറഞ്ഞു. അതോടൊപ്പം തന്നെ നാട്ടുചോല കൊയിലാണ്ടി അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുമുണ്ടായിരുന്നു. പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഭക്ഷണ വിതരണവും നടന്നു. നിരവധി പേരാണ് കലിയനെ വരവേൽക്കാനായി എത്തിയത്. ന്യൂസ് ടുഡേ കേരള. MRR Restaurant opposite Police Station, Main Road, Koilandi. 9946955557, 9946299995, 9745655558.